ഈ വർഷത്തെ CUT UG പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള CUTയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്ന വീഡിയോ സീരീസ് ആണ്. CUTയുടെ UG പരീക്ഷയുടെ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്ററിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ലിസ്റ്റ് 1 കൊടുത്തിട്ടുള്ളത് ഷൗക്കത്ത് അലി, കമലാദേവി, അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണൻ, ആനി ബസന്റ്. ഓക്കെ, ഇതിൽ ലിസ്റ്റ് 2 സാൾട്ട് സത്യാഗ്രഹ ഉണ്ട്, സോഷ്യലിസ്റ്റ് മെമ്പേഴ്സ് ഓഫ് കോൺഗ്രസ് ഉണ്ട്, ദെൻ തിയോസഫിക്കൽ സൊസൈറ്റി ഉണ്ട്, ഖിലാഫത്ത് മൂവ്മെന്റ്. ഇതിൽ കറക്റ്റ് മാച്ച് കണ്ടെത്തിയതിനു ശേഷം നമുക്ക് എലിമിനേഷൻ മെത്തേഡ്, നമ്മൾ സാധാരണ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന ട്രിക്കാണ് എലിമിനേഷൻ മെത്തേഡ്. ആ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തും. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും അറിയുന്ന ഒരു ഓപ്ഷൻ എടുത്തിട്ട് ആദ്യം ചെയ്യാം. നിങ്ങൾക്ക് ഷൗക്കത്ത് അലി അറിയാം, മൗലാന ഷൗക്കത്ത് അലി. ഓക്കെ, അത് ഖിലാഫത്ത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ നമുക്ക് നോക്കാം. A4 ആണ്. A4 ആണ് എന്നുള്ളത് എല്ലാ ഓപ്ഷനിലും, നമുക്ക് 4 ഓപ്ഷനിലും A4 ആയിട്ട് തന്നെ കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സാൾട്ട് സത്യാഗ്രഹ, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് മെമ്പർ കോൺഗ്രസ്, തിയോസഫിക്കൽ സൊസൈറ്റി. ആനി ബസന്റ് ഈസ് റിലേറ്റഡ് ടു തിയോസഫിക്കൽ സൊസൈറ്റി. ഹിസ്റ്ററിയെ കുറിച്ച് കുറച്ച് ബോധമുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, ആനി ബസന്റിന്റെ മൂവ്മെന്റ് ആയിരുന്നു തിയോസഫിക്കൽ സൊസൈറ്റി എന്നുള്ളത്. അപ്പൊ D3, അപ്പോൾ ഏതൊക്കെയാണ് A4ഉം D3യും വരുന്ന ഓപ്ഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എലിമിനേഷൻ മെത്തേഡിൽ നമുക്ക് ഒന്നും, അതുപോലെ തന്നെ എലിമിനേഷൻ മെത്തേഡിൽ നമുക്ക് 2നെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, D3 വരുന്നില്ല, 2നെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതിലേക്ക് പോകും. ജയപ്രകാശ് നാരായണയും അതുപോലെ തന്നെ കമലാദേവി. ദെൻ ജയപ്രകാശ് നാരായണ ഈസ് റിലേറ്റഡ് ടു സോഷ്യലിസ്റ്റ് മെമ്പർ കോൺഗ്രസ്. കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് മെമ്പർ ആയിരുന്നു ജയ. ദെൻ C2 എന്നുള്ള ഓപ്ഷൻ, C2 എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ ഓപ്ഷൻ ഒരിക്കലും വരില്ല എന്നത് കൊണ്ട് തന്നെ ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ കമലാദേവി സാൾട്ട് സത്യാഗ്രഹ B1. അപ്പോൾ ഷൗക്കത്ത് അലി ഖിലാഫത്ത് മൂവ്മെന്റ്, ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റി, ദെൻ ജയപ്രകാശ് നാരായണൻ സോഷ്യലിസ്റ്റ് മെമ്പർ കോൺഗ്രസ്, ദെൻ കമലാദേവി സാൾട്ട് സത്യാഗ്രഹ. ഇങ്ങനെയാണ് മാച്ച് ദ ലിസ്റ്റിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന രീതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജനറൽ ടെസ്റ്റിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യ ജനറൽ ടെസ്റ്റിലും വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസിനെ സമീപിക്കാൻ.